നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പം മെയിൻ ചർച്ചാ വിഷയമാണ് ഈ പാമ്പ് കടി. ഈ പാമ്പ് കടിച്ചിട്ട് ഈ ചൂട് കാലത്ത് ഒരു കുറച്ച് പേര് മരിച്ചു, കൊച്ചു പിള്ളേർ ഉൾപ്പെടെ മരിച്ചു. അതായത് ദുഃഖമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പാമ്പിനെ പേടിച്ച് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി അല്ലെങ്കിൽ ജനലൊക്കെ അടച്ചു, അങ്ങനെയല്ല സുരക്ഷിതമാവേണ്ടത്. ഇത് 3-4 കേസും കൂടെ നമ്മൾ ശ്രദ്ധിച്ചേ മതിയോ കൂട്ടുകാരെ. വളരെ ഇമ്പോർട്ടൻ്റ് കേസുകളാണ്. ഈ 4 കേസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഈ ചൂട് കാലത്തല്ല, മെയിനായിട്ട് എപ്പോഴാണോ ഈ പാമ്പ് കടി നമുക്ക് കേൾക്കാം. പാമ്പിനെ മാത്രം പേടിച്ച വേറെ പല ജീവികളുണ്ട്. അതായത് നമ്മളിപ്പം സപ്പോസ് നമ്മൾ ബൈക്കുള്ളവർ, കാറുള്ളവർ, ഓട്ടോറിക്ഷ ഉള്ളവർ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. അതായത് നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കി എല്ലാം സേഫ്റ്റിയായി. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബൈക്കിൻ്റെ ഹെൽമെറ്റ് ഒരു കാരണവശാലും ബൈക്കിൽ വെച്ചിട്ട് പോകരുത്. അത് സേഫ്റ്റി ആയിട്ട് വീട്ടിൻ്റെ അകത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ബൈക്ക് എടുക്കുന്ന സമയത്ത് ഹെൽമെറ്റ് അതൊന്ന് കുടഞ്ഞിട്ട് നമ്മൾ പല വാർത്തകളും കേട്ടിട്ടുണ്ട് പാമ്പ് ഹെൽമെറ്റിൻ്റെ അകത്ത് ഇരിക്കുന്നത്. പിന്നെ രണ്ടാമത് നമ്മളെ ഷൂസ് ഒരിക്കലും പുറത്തിട്ടില്ലെങ്കിൽ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഷൂസ് ഇടുന്ന സമയത്ത് ജസ്റ്റ് തട്ടി കുടഞ്ഞിട്ട് വേണം ഇടാൻ. നമ്മൾ പല വാർത്തകളും കേട്ടില്ല, ഷൂസിൻ്റെ അകത്ത് പാമ്പ്, ഹെൽമെറ്റിൻ്റെ അകത്ത് പാമ്പ്. പലർക്ക് ടൈമില്ല, ആരും ശ്രദ്ധിക്കാറില്ല, ധൃതി പിടിച്ചിട്ട് അങ്ങ് പോകുന്നു. വേറെ മൂന്നാമത്തെ കേസെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഡ്രസ്സ് ഇടുന്ന സമയത്ത് അങ്ങോട്ട് ഫുള്ള് കുടഞ്ഞ് എല്ലാം സേഫ്റ്റി ആയിട്ട് ഇട്ടുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാവരും ധൃതിയാണ്, അങ്ങനെ പെട്ടെന്ന് പോകുന്നു, പെട്ടെന്ന് അങ്ങ് വരുന്നു, അങ്ങ് പോകുന്നു. പിന്നെ രണ്ടാമത്, നമ്മളെ കാറ് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് ഫുള്ളും ലോക്കാണെന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ കാറിൻ്റെ 4 ഡോറും തുറന്നിട്ട് ഫുള്ള് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കാറിൻ്റെ അകത്ത് കയറാൻ. കാറിൻ്റെ അകത്തും പാമ്പ് കയറിയ സംഭവം ഉണ്ടായിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഓട്ടോക്കാരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഓട്ടോ ഒതുക്കുന്ന സമയത്ത് കാട്ടിൻ്റെ ഇടയിൽ അങ്ങനെ കാടുകളിലൊന്നും കൊണ്ടിടല്. ഓട്ടോയ്ക്കകത്ത് പാമ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നിസ്സാര കേസുകളാണ്. ജസ്റ്റ് നമ്മളൊരു 2 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവും. പിന്നെ പലരും നമ്മൾ ഡ്രസ്സ് കണ്ടോ നമ്മൾ തലേദിവസം തേച്ചിട്ടുണ്ടെങ്കിൽ അക്ഷയെടുത്ത് പെട്ടെന്നിട്ട് അങ്ങ് പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്ന് വെച്ചാൽ അനുഭവം എനിക്കുണ്ട്. എനിക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. അങ്ങനെ അന്ന് എൻ്റെ പ്രൈവറ്റ് ബസ്സിൽ STക്ക് 50 പൈസയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എമർജൻസി ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് പോയി. അങ്ങനെ ബസ്സിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ബാക്കിൽ കൂടെ എന്തോ ഊരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എന്തോ സംഭവം ഉണ്ട്. അങ്ങനെ ഞാൻ ശാസ്താമംഗലം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ശാസ്താമംഗലത്ത് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എന്നെ പിടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം എന്തോ ആണെന്ന്. അങ്ങനെ ഞാൻ ശാസ്താമംഗലം ജംഗ്ഷനിൽ നിങ്ങൾ ഓർത്തോ, ഞാൻ ഷർട്ട് ഊരി കുടഞ്ഞു. എൻ്റെ ഈശ്വര, ചെതുമ്പൂര്, നിങ്ങളുടെ നാട്ടിൽ എന്താ എനിക്കറിയില്ല, പടുതാര ചെതുമ്പൂര് എന്ന് പറയും. ഒരു വലിയ നീളമുള്ള ഒരു ചെതുമ്പൂര്. അത് കടിച്ചിരുന്നെങ്കിലാ എന്തോ ഭാഗ്യം. ഞാൻ പൂര നക്ഷത്രമാണ്, എന്നെ കടിക്കാത്തതുകൊണ്ടാണെന്നില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഡ്രസ്സ് ഇടുമ്പോഴും ഷൂസ് ഇടുമ്പോഴും കാർ ഒതുക്കുമ്പോഴും ഹെൽമെറ്റ് എല്ലാം. ഇതാരും നിസ്സാരമായിട്ട് കരുതരുത്. അനുഭവമുള്ള കേസുകളാണ്. പിന്നെ കഴിയുന്നതും നമ്മൾ സേഫ്റ്റി ആയിട്ട് വീടും പരിസരവും നല്ല വൃത്തിയാക്കുക. ഗ്ലാസ്സൊക്കെ ഫുള്ള് അടച്ചിടുക. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പണ്ടത്തെ കാലത്ത് ഈ വീട്ടിൽ ഒരു പട്ടി ഒരു പൂച്ചയും കാണും. കാര്യം എന്ന് വെച്ചാൽ ഈ 2 പേരും ഉണ്ടെങ്കിൽ ഈ ഐറ്റംസ് ഒന്നും അകത്ത് വരില്ല. പിന്നെ പാമ്പ് കടി എന്ന് വെച്ചാൽ ഒരു വിധിയാണ്, അത് വിധി പോലെ സംഭവിക്കുള്ളൂ. എന്നാലും നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുവേ. ഓക്കെ, താങ്ക് യു.